കൃഷ്ണ ഗുരുവായൂരപ്പ, നമ്മൾക്കിപ്പോൾ നവരാത്രി കാലം തുടങ്ങല്ലേ. ഒക്ടോബർ 3 മുതൽ 13 വരെ നവരാത്രി കാലമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ചെറിയൊരു വിശദീകരണം, നവദുർഗാഭാവത്തിൽ ഉള്ള പാർവതീദേവിയുടെ ആ ഒരു ഭാവത്തെ പറ്റിയിട്ട്, 9 ഭാവങ്ങളെ പറ്റിയിട്ടും എന്താണ് കഥ എന്നുള്ളതിനെ പറ്റിയിട്ടും ചെറിയൊരു വിശദീകരണം തരാൻ ഞാൻ ശ്രമിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മഹിഷാസുര വധവുമായി ബന്ധപ്പെട്ടാണ് ഈ നവരാത്രിയുടെ കാര്യങ്ങളെ പറ്റിയിട്ട് വിശദീകരിച്ചിട്ടുള്ളത്. ശരിക്കും അത് രംഭാസുരൻ്റെ, അതായത് മഹിഷത്തിൽ ഉണ്ടായ, രംഭാസുരന് മഹിഷത്തിലുണ്ടായ ആളാണ് മഹിഷാസുരൻ. അതിൻ്റെ വേറൊരു കഥ ഉണ്ട്. വേറെ ഒരു മുനിക്ക് ശാപം കിട്ടിയത്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെയാണ് ആ മഹിഷാസുരൻ്റെ ഒരു കാര്യം ജന്മം ഉണ്ടായത്. മഹിഷാസുരൻ ബ്രഹ്മദേവന് വളരെ കാലം തപം ചെയ്തിട്ട് മരണമില്ലാത്ത എന്നെ ആരും കൊല്ലരുത് എന്നുള്ള ആ ഒരു വരം കിട്ടാൻ വേണ്ടിയിട്ട് ചോദിച്ചു. മനുഷ്യരോ മൃഗങ്ങളോ, ഭൂമിയിലുള്ള മനുഷ്യരോ മൃഗങ്ങളോ കൊല്ലരുത്, ദേവന്മാരോ കൊല്ലരുത്, അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷേ അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങനെ മരണമില്ലാത്തവരാരുമില്ല, അപ്പോൾ അത് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ ഭൂമിയിൽ പിറന്ന ഒരു സ്ത്രീ കൊന്നോട്ടെ, അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഭൂമിയിൽ പിറക്കുന്ന ഒരു സ്ത്രീ. അദ്ദേഹം ആ മഹിഷാസുരൻ അപ്പം കണക്കൂട്ടിയത് സ്ത്രീകൾ അബലകളല്ലേ, അവർക്കൊന്നിനും കഴിയില്ല, അപ്പോൾ കൊല്ലാൻ കഴിയില്ലല്ലോ എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ ആൾ ആ വരം വാങ്ങി. അപ്പോൾ ബ്രഹ്മദേവൻ ആ വരം കൊടുത്തു, സ്ത്രീക്ക് മാത്രമേ കൊല്ലാൻ കഴിയൂന്ന്. അങ്ങനെ വരം കിട്ടിയതിൻ്റെ അഹങ്കാരത്തിൽ ആൾ ഭൂമിയിലും മുനിമാരെയും എല്ലാവരെയും കൊന്നിട്ടും കൊല വിളിച്ചിട്ടും ദേവന്മാരെയും ഒക്കെ ഒരു സ്വൈര്യം കൊടുക്കാതെ ആയപ്പോൾ കുറേ കാലം അങ്ങനെ ആയപ്പോൾ ദേവഗണങ്ങളൊക്കെ പാടെ ദേവേന്ദ്രനും എല്ലാവരും കൂടി ത്രിമൂർത്തികളെ കാണാൻ പോയി. അപ്പോൾ എന്താണ് അതിന് പ്രതിവിധി എന്നുള്ള ഒരു ഇതിൽ, അപ്പോൾ മഹാശിവൻ തൻ്റെ ശക്തി കൊണ്ട് ഒരു സ്ത്രീ രൂപത്തെ സൃഷ്ടിച്ചു, ദുർഗ, ശരിക്കും പറഞ്ഞാൽ പാർവതീദേവി. ആ കാരണം എന്താ വെച്ചാൽ അതിൽ 2 കാര്യമാണ്. മഹിഷാസുരനെ കൊല്ലുക എന്നുള്ളതിന് സ്ത്രീ വേണമല്ലോ. അപ്പോൾ സാധാരണ ഒരു സ്ത്രീക്ക് അതിന് കഴിയില്ല. അങ്ങനെ ആദിപരാശക്തി വളരെ സൗന്ദര്യവതിയായ ഒരു രൂപം പൂണ്ട് ആ മഹിഷാസുരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വെറുതെ ചെന്നിട്ട് ഇപ്പോൾ യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെന്നപ്പോൾ എനിക്ക് തന്നെ കല്യാണം കഴിക്കണം, എനിക്കിഷ്ടമായി എന്നൊക്കെ മഹിഷാസുരൻ പറഞ്ഞു. അപ്പോൾ ആദിപരാശക്തി പറഞ്ഞു, എന്നെക്കാട്ടിലും ശക്തിയുള്ള ആളേനെയാണ് ഞാൻ കല്യാണം കഴിക്കുള്ളൂ, അതുകൊണ്ട് അങ്ങ് എന്നോട് യുദ്ധം ചെയ്യണം. ഓ അതിനെന്താ, ഞാൻ റെഡിയായി, ഞാൻ ശരിയാക്കി തരാം. കാരണം എന്താ വെച്ചാൽ അപ്പോൾ മഹിഷാസുരൻ്റെ ഉദ്ദേശം കേവലം ഒരു സ്ത്രീ എന്നെ ഇപ്പോൾ കൊല്ലാൻ കഴിയുമോ എന്നുള്ളതാണ്. ഈ അഹങ്കാരം മൂത്താലുണ്ടാകുന്ന ഒരു കേടാണ് അസുരനുണ്ടായത്. അങ്ങനെ യുദ്ധം തുടർന്നു. യുദ്ധം കുറേ കാലം എന്ന് പറഞ്ഞാൽ 9 ദിവസമാണല്ലോ മൊത്തം. അപ്പോൾ മഹിഷാസുരൻ്റെ കുറേ വലിയ സൈന്യമുണ്ട്. അതിൽ ചക്ഷുരൻ എന്നുള്ളൊരു സൈന്യാധിപനുണ്ട്. അപ്പോൾ അയാളേനെ ആദ്യം ഏകദേശം 100 കഷ്ണങ്ങളാക്കിയിട്ട് കൊന്നു എന്നാണ് പറയണത് ദേവി ഭാഗവതത്തിൽ. പിന്നെ ചാമരൻ എന്നുള്ളൊരാളുണ്ട്, ആള് ആനപ്പുറത്ത് കയറിയിട്ട് വന്നു. അപ്പോൾ സിംഹം ആനേനെ, അതായത് ദേവിയുടെ സിംഹം ആനേനെ ആക്രമിച്ചു കൊന്നു, എന്നിട്ട് അയാളെയും കൊന്നു. അങ്ങനെയാണ് ആ ഒരു സൈന്യത്തിൻ്റെ ഒരു രാവെന്നോ പകലെന്നോ വേർതിരിവില്ലാതെ ഈ 9 ദിവസത്തിൽ ഉള്ള ദിവസം, കൊല്ലുന്ന വരെയുള്ള ദിവസങ്ങളിലൊക്കെ രാവും പകലും മഹിഷാസുരനായിട്ട് യുദ്ധം ചെയ്തു. അവസാനം ഈ എന്താ പറയുക, മരിക്കാൻ നേരത്തുള്ള ഒരു ഇതെന്ന് പറഞ്ഞ മാതിരി
മഹിഷാസുരൻ കുളമ്പ് കൊണ്ട് ഭൂമിയെ തൊഴിച്ച് ആകെ എല്ലാം പുകയാക്കി. ഒരു അന്തമില്ലാത്ത അവസ്ഥയാക്കി. ഇവിടെ ആർക്കും താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കി. ആനയുടെ തുമ്പിക്കൈയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ആൾ പല വേഷത്തിലും കുളമ്പായി, പിന്നെ സിംഹത്തിൻ്റെ രൂപമെടുത്തു, പിന്നെ ആനയെ കൊണ്ടായി, പിന്നെ അവസാനം എരുമേനെയായി. അങ്ങനെ 10ാമത്തെ ദിവസമാണ് വധിച്ചത്. അത് വളരെ അത്രയും സമയം ആ യുദ്ധം ചെയ്ത മഹിഷാസുരമർദ്ദിനിയായിട്ടാണ്. അതായത് അതിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും ദുർഗയും എല്ലാവരും കൂടിയിട്ടുള്ള ആ ചൈതന്യം കൊണ്ടാണ് മരിക്കാൻ പറ്റിയത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെയൊക്കെ ചൈതന്യം കൊണ്ട് അങ്ങനെ ആ ഒരു മരണം സംഭവിച്ചു, കൊന്നു. ഇത് ശരിക്ക് മഹിഷാസുരമർദ്ദനിയെ പറ്റിയിട്ടുള്ള സ്തോത്രം ജപിക്കണം ഈ 9 ദിവസവും. അത് ജപിക്കാച്ചാൽ ആ 12ാമത്തെ അധ്യായത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരും ചെയ്യാൻ പറ്റുന്ന ആളുകൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ. അത് മത്സ്യമാംസാദികളൊക്കെ വർജിക്കണം, വളരെ ചിട്ടയോട് കൂടിയിട്ട് വേണം അത് പറ്റാവുന്ന. ഇപ്പോൾ കുട്ടികൾ മാത്രമല്ല, കുട്ടികൾ പൊതുവെ അങ്ങനെ ചെയ്യാറുണ്ട്. കുറച്ച് വലിയ ആൾക്കാരും ആ സമയത്തൊക്കെ അത് ചെയ്ത് ഭജിക്കുകയാണെങ്കിൽ അതിൻ്റേതായ ആ ഗുണങ്ങൾ അതിലുണ്ടാവും. ഇത് മാത്രമല്ല, ഇപ്പോൾ എന്താ പറയുക, ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ വടക്കൻ ജില്ലകളിലൊക്കെ 9 നിറങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ 9 ദിവസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ മഞ്ഞ, പച്ച, ചാരനിറം, ഓറഞ്ച്, വെള്ള, ചുവപ്പ്, പിന്നെ പിങ്ക്, പർപ്പിള്, പിന്നെ റോയൽ ബ്ലൂ, അങ്ങനെയൊക്കെയുള്ള കളറുകളാണ്. അതൊക്കെ അവർ ഉപയോഗിക്കുന്നു എന്ന് പറയണു. എന്തായാലും നമുക്കും അതൊക്കെ പറ്റുകയാണെങ്കിൽ ഓരോ ദിവസത്തിനനുസരിച്ച് ധരിക്കുക. വല്ല ഈ പറഞ്ഞ മാതിരി പൊട്ടോ കുറിയോ ഇന്നത്തെ കാലത്ത് അതൊക്കെ ചെയ്യാമല്ലോ. വസ്ത്രങ്ങളുണ്ടെങ്കിൽ വസ്ത്രമൊക്കെ അങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ്. ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇന്നിപ്പോൾ വസ്ത്രത്തിനോ അല്ലെങ്കിൽ പൊട്ടിനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അത് ഉപയോഗിച്ചാൽ നല്ലതാണ്. അന്നത്തെ ദിവസം എടുത്തിട്ടേ ഓരോ അവസ്ഥകളായിട്ട് നോക്കിയാൽ പറ്റും. അത് ശരിക്കും 16 കരങ്ങളൊക്കെ ഉള്ള ദേവിയായിട്ടാണ് മഹാകാളി, ഇച്ഛാശക്തി ഉള്ളത്, മഹാലക്ഷ്മി, ക്രിയ, അതേമാതിരി മഹാസരസ്വതി, നല്ല എന്താ പറയുക, ബുദ്ധി, ശക്തി, വിദ്യയൊക്കെ ഉള്ളത്. ശരിക്കും സ്ത്രീശക്തി, മഹാശക്തി, മാതൃത്വം, യുവതി, ബാലിക, ഉർവരത, ഐശ്വര്യം, വിദ്യ ഇങ്ങനെയും പിന്നെ ആദിപരാശക്തി, മഹാകാളി, മഹാലക്ഷ്മിയൊക്കെ ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ അതിലുള്ളത്. ഇതിൻ്റെ വേറൊരു കഥ എന്താ വെച്ചാൽ, ഈ മഹിഷൻ്റെ വരവിന് ഒരു വരമുനി എന്ന് പറഞ്ഞിട്ട് വളരെ കേമനായ ഒരു സന്യാസി ശ്രേഷ്ഠൻ താമസിച്ചിരുന്നു. അപ്പോൾ അഗസ്ത്യൻ എന്ന് പറയുന്ന അഗസ്ത്യർ അവർ അങ്ങനെ ആ സമയത്ത് അങ്ങോട്ട് അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഈ വരമുനി അതിനൊരു ചെവി കൊടുത്തില്ല, ആളെ കണ്ടിട്ടൊരു ബഹുമാനം കൊടുത്തില്ല. അപ്പോൾ അഗസ്ത്യൻ അത് മാത്രമല്ല കളിയാക്കും ചെയ്തു. അപ്പോൾ അഗസ്ത്യൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ വരമുനിയെ അങ്ങോട്ട് ശപിച്ചു. കാരണം അവർക്ക് ഈ മുനിമാർക്കൊക്കെ പെട്ടെന്ന് കോപം വരില്ല, ദുർവാസാവും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മൾ കേട്ടിരിക്കുന്നല്ലോ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ശക്തികളും നശിക്കും. അടുത്തത് എരുമയുടെ തലയും മനുഷ്യ ശരീരമുള്ള ഒരു ജീവിതമായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ വരുമ്പോൾ ദൈവികമായ ശക്തി വന്ന് നിങ്ങളെ നശിപ്പിച്ച് നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുമെന്നും പറയും. അപ്പോൾ ആ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ഈ പറഞ്ഞ മാതിരി ധനം, ധാന്യം, ആയുസ്, യശസ്, സന്താനം, വിദ്യ, കാര്യസിദ്ധി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതിൽ ഓരോ ദിവസത്തിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ആദ്യത്തെ ദിവസം ശൈലപുത്രി, പിന്നെ 2ാമത്തെ ബ്രഹ്മചാരിണി, 3ാമത്തെ ചന്ദ്രഗന്ധ, 4ാമത്തെ കൂശ്മാണ്ഡ, 5ാമത്തെ ദിവസം സ്കന്ദമാത, 6ാമത്തെ ദിവസം കാർത്യായനി ദേവി,
7-ാമത്തെ ദിവസം കാളരാത്രി, 8-ാമത്തെ ദിവസം മഹാഗൗരി, 9-ാമത്തെ ദിവസം സിദ്ധിഗാത്രി. ഇങ്ങനെ 9 ദിവസങ്ങളിൽ ഉള്ള രൂപങ്ങളാണ്. ഇനി അവയുടെ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ ഒന്ന് പറയാം. ഇനിയിപ്പോൾ ബാക്കി ഇതിനെ പറ്റിയിട്ട് വിശദീകരിച്ച് ഓരോ ദിവസവും 3-ാം തീയതി മുതൽ നമുക്ക് ഓരോ രൂപത്തിനെ പറ്റിയിട്ടും വർണ്ണിച്ചിട്ട് ഞാൻ ഓരോ ചെറിയ വീഡിയോകൾ ഇടാം. അപ്പോൾ അതിൽ നമുക്ക് എന്താ ചെല്ലേണ്ട മന്ത്രങ്ങളെ പറ്റിയിട്ടും അതുപോലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് വഴിപാടുകൾ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ അതിനെ പറ്റിയിട്ട് വിശദീകരിച്ച് ഇടാം. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കൂ. പറ്റാവുന്നവരൊക്കെ ഈ 9 ദിവസവും മത്സ്യമാംസാദികൾ ഒഴിവാക്കണം കേട്ടോ, അത് നിർബന്ധമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ പറ്റാവുന്നവരൊക്കെ. ഇനിയിപ്പോൾ അത് തീരെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് നമ്മളിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു വീട്ടിൽ എന്താ പറയുക, ഭാര്യയും ഭർത്താവും 2 പേരും ഒരേമാതിരി ആയിക്കോളുന്നില്ലല്ലോ. അപ്പോൾ പറ്റുന്നവരാണെങ്കിൽ അത് ചെയ്യുക, പറ്റാത്തവർ സ്വയം ചെയ്യുക, കഴിക്കാൻ പറ്റാതിരിക്കുക. ഇനിയിപ്പോൾ ഭർത്താവിന് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണോണ്ട് വിരോധമില്ല. പക്ഷേ കുളിച്ചൊക്കെ നമ്മളെ കാര്യങ്ങൾ ചെയ്തിട്ട് അതിനൊരു സമയം കണ്ടെത്തുക. അല്ല ഭർത്താവാണെങ്കിലോ തിരിച്ചങ്ങോട്ടും ചെയ്യുക. അവനവൻ്റെ കാര്യം നമ്മൾ കഴിക്കണ്ട, മറ്റുള്ളവർ കഴിക്കണ്ടോ എന്ന് നമ്മൾ നോക്കണ്ട. അവരോട് പറയുക, അവർക്ക് പറ്റിച്ചാൽ അവർ കഴിക്കാതിരിക്കട്ടെ. കാരണം മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കാര്യം. ഈ നവരാത്രി വ്രതം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയോ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ ഗുണം ഉണ്ടാവും. എല്ലാവർക്കും ആ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും ആ നവരാത്രി കാലമല്ലേ, അപ്പോൾ ആ നവരാത്രി എന്തായാലും ഇപ്പോൾ പറഞ്ഞ മാതിരി ഗുരുവായൂരപ്പൻ്റെ പെങ്ങളായിട്ടാണല്ലോ വരിക പാർവതി ദേവി. അപ്പോൾ ആ ദേവിയുടെയും ആ ശിവഭഗവാന്റെയും ബ്രഹ്മാവിൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. നമുക്ക് ഈ 9 ദിവസവും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താം. അപ്പോൾ പറ്റാവുന്നവരതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടു വെച്ചാൽ എന്താ വെച്ചാൽ കൂടുതൽ ആളുകൾക്ക് എത്തട്ടെ. കൃഷ്ണ ഹരേ.